ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ടോർച്ച് നന്നാക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ടോർച്ച് നന്നാക്കുന്നത് എനിക്കറിയത്തില്ല, പക്ഷേ ഇവിടെ എല്ലാ ഐറ്റം എടുക്കും, ഇങ്ങോട്ട് തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് മേടിച്ച് നോക്കിയ സമയത്ത് ഇതിൻ്റെ ചാർജിങ് പിന്ന് പോയിട്ടുണ്ട്. ചാർജിങ് പിന്നൊക്കെ ഒടിഞ്ഞ് പറഞ്ഞതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ സ്വിച്ചിന് കംപ്ലയിൻ്റ് ഇല്ല, പക്ഷേ അതിൻ്റെ ഞെക്കുന്ന ഒരു റബ്ബറിൻ്റെ ഒരു സംഭവം ഉണ്ട്, അതൊന്നും ഇതിനകത്തില്ല. നമുക്ക് എന്തായാലും ഒരു സ്വിച്ച് ഒക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ പുള്ളിയുടെ മോൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് പറഞ്ഞത്. എന്തായാലും നമുക്കത് റെഡിയാക്കാം. അങ്ങനെ ഞാൻ അഴിച്ച സമയത്ത് ഇതിൻ്റെ ബാറ്ററി കാണാൻ പറ്റും, ചെറിയൊരു ബാറ്ററിയാണ്. ഇത് ചില ടോർച്ചിനൊക്കെ 2-3 സെറ്റായിട്ട് വരുന്നുണ്ട്, എന്നാലും ഇതിന് ചെറിയ ബാറ്ററിയാണ്. പിന്നെ ഈ സാധനം ഫ്രണ്ട് വശം അഴിച്ചെങ്കിലുള്ളൂ ബാക്കി കാര്യങ്ങൾ നമുക്ക് നടക്കുകയുള്ളൂ. അങ്ങനെ ഫ്രണ്ട് വശം നോക്കിയപ്പോൾ ഇതിനകത്ത് ഞാൻ ഓർത്ത് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ത്രെഡ് കാണും, ഊരി വരുമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഒരു രീതിയിലും ഊരാനുള്ള സെറ്റപ്പില്ല. പിന്നെ നോക്കിയിട്ട് ബാക്കിൽ നിന്ന് ഊരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബാക്കിൽ നിന്ന് ഊരാൻ നോക്കിയിട്ടും കുറേ മെനക്കെട്ടല്ല, ഊരാൻ പറ്റിയില്ല. പിന്നെയാണ് സംഭവം പിടികിട്ടിയത്. ഇതിൻ്റെ ഗ്ലാസിൻ്റെ മുകളിൽ ഒരു റിങ് ഉണ്ട്. ആ റിങ് ഊരിയതിന് ശേഷം ഈ ഗ്ലാസ് നമുക്ക് ഊരി മാറ്റാം. എന്നിട്ട് വേണം ഈ സാധനം ചെറുതായിട്ടൊന്ന് കുടഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കുടലും മണ്ടമൊക്കെ പയ്യെ ഊരിങ്ങി പോരും. അതിനകത്താണല്ലോ നമുക്ക് ചെയ്യാനുള്ളത്. ചുമ്മാ ഒന്ന് കുടഞ്ഞാൽ മതി. ഇതുപോലെ കുടഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം നമുക്ക് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സ്വിച്ച് കാണാം, പിന്നെ കണക്ടർ, നമ്മുടെ ഒടിഞ്ഞ കണക്ടർ കാണാം, പിന്നെ ഒരു ചെറിയ സർക്യൂട്ട് ബോർഡ്, പിന്നെ ഈ എൽ ഇ ഡിയുടെ കാര്യം പറയണ്ടല്ലോ. നേരെ കണ്ണിലോട്ട് അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒന്നും കാണത്തില്ല. എന്തായാലും നമുക്കിത് റെഡിയാക്കി കൊടുക്കാം. ആവശ്യത്തിലാണ് സാധനം ഇരിക്കുന്നത്. ഇതിൻ്റെ കണക്ടറൊന്നും ഒടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒടിഞ്ഞു പോയിട്ടില്ല. നമുക്ക് സോൾഡറിങ്ങൊക്കെ വിട്ടുപോയതുള്ളൂ, നമുക്ക് സോൾഡർ ചെയ്ത് വെക്കാമെന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ബോർഡും കാര്യങ്ങളുമൊക്കെ ഇതിനകത്തൊന്നും അടിച്ചു പോകാനില്ല. പോകാനാണെങ്കിൽ ആ LED മാത്രമേ പോകുള്ളൂ, വേറെ ഒരു സാധനം പോകാനില്ല ഇതിനകത്ത്. എന്തായാലും സാധനം റെഡിയാക്കി കൊടുക്കാം. പിന്നെ പണ്ടത്തെ കാലത്ത് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ടോർച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഓടിക്കുന്ന ടൈപ്പ് ടോർച്ചൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ടോർച്ചാണത്, ഓടിക്കുന്ന ടൈപ്പ്. ഇപ്പോൾ വരുന്നതൊക്കെ ഇതുപോലത്തെ ഐറ്റമാണ്. ജീപ്പാസിൻ്റെ വരുന്നുണ്ട്, മിസ്റ്റർ ലൈറ്റിൻ്റെ വരുന്നുണ്ട്, ബ്രൈറ്റ് ലൈറ്റിൻ്റെ വരുന്നുണ്ട്, ഒത്തിരി ബ്രാൻഡുകളുണ്ട്. അങ്ങനെ ഇതിൻ്റെ എല്ലാം ഷേപ്പൊക്കെ ഏകദേശം ഒരുപോലെയാണ്, പക്ഷേ അഴിക്കുന്ന മെത്തേഡൊക്കെ പല രീതിയാണ്. എന്തായാലും നമ്മളിത് തിരിച്ചെല്ലാം അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിനൊരു സ്വിച്ച് വെക്കണം. തൽക്കാലം നമുക്കൊരു സ്വിച്ചിന് പകരം എന്നാ പറയുന്നത്, ഒരു തെർമക്കോളോ അല്ലെങ്കിൽ സ്പോഞ്ചിൻ്റെ പീസ് നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്ത് നമുക്ക് ഒട്ടിച്ചെടുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇളകി ഒന്നും പോകത്തില്ല, ക്ലിയറായിട്ടാണ് ഒട്ടിച്ചേക്കുന്നത്. പിന്നെ ഇത് വെട്ടമെന്ന് പറയാൻ അന്യ വെട്ടമാണ് ഇതിന്. പിന്നെ ചാർജ് കുറവുണ്ട്, കാരണം ഇത് കണക്ടർ പോയതിന് ശേഷം കുത്തിയൊന്നും ഇട്ട് കാണുകയില്ല. എന്തായാലും നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സ്വിച്ചൊന്നും അങ്ങനെ പറഞ്ഞൊന്നും പോരത്തൊന്നുമില്ല. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതൊന്ന് ചാർജ് ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ ചാർജർ ഇട്ട് നോക്കി, ചാർജും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. നമ്മൾ മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു, ചാർജൊക്കെ കയറുന്നുണ്ട്. പിന്നെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ടോർച്ചായിരിക്കും, അവർക്ക് കളയാൻ മടി കാണും. പക്ഷേ ഇത് കളയണ്ട, നിസ്സാര പണിയൊക്കെ അല്ലേ ഉള്ളൂ. മിക്കവരും ഈ ടോർച്ച് ഉപേക്ഷിച്ചായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ റെഡിയാക്കി തരാം.